മഹാമായി കാത്തോളനെ. ഇന്നു മുതല് എന്റെ ജീവിതത്തില് പുതിയൊരു കാര്യത്തിന് തുടക്കം കുറിക്കുവോ? ദേവിയുടെ കരുതലും അനുഗ്രഹവും എപ്പോഴും കൂടെ ഉണ്ടാവണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു LLB കാര്യമാവുക എന്നുള്ളത്. അതിന് ഒരാരംഭം കുറിക്കുവോ? ഒപ്പം ഉണ്ടാവണേ ദേവി. എന്റെ അച്ഛൻ നിരപരാധിയാണെന്ന് എന്നെ പോലെ ദേവിക്കും അറിയാം. അച്ഛൻ നിരപരാധിയാണെന്ന് ഈ സമൂഹത്തിന് മുന്നിൽ തെളിയിക്കണം. അതുപോലെ ഒരു തെറ്റും ചെയ്യാത്ത നിരവധി പാവങ്ങളുണ്ട്. അവരെ സഹായിക്കണം. അതിന് ദേവി എന്റെ കൂടെ ഉണ്ടായേ തീരൂ. എന്റെ എല്ലാ കാര്യങ്ങൾക്കും ഒപ്പം ഉണ്ടായ ദേവി ഇതിനും തുണയായി ഉണ്ടാവണേ. അമ്മേ മഹാമായി. ചിന്നുവിന് ഇന്ന് ലോ കോളേജിൽ അഡ്മിഷനാ. ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വരാം. നീ ഇവളുടെ ഡ്രൈവറൊന്നുമല്ല. ഇവൾക്ക് പോവാനുള്ളിടത്ത് ഇവള് പൊയ്ക്കോളും. ആ, നിനക്കിവിടെ പ്രധാനപ്പെട്ട കുറച്ച് പണികളുണ്ട്. അതൊക്കെ ഞാൻ ചെയ്തോളാം. ചിന്നുവിനെ ഞാനിവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് എത്തിക്കോളാം. പറ്റില്ല. ഇന്നിവിടെ ചില VIP ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. നീ ഇവിടെ ഉണ്ടാവണം. ഞാനെന്തിനാ? നീ ഇവിടെ വേണം. എന്താ ഇവിടെ ഇപ്പൊ പ്രശ്നം? അളിയനൊന്നും മനസ്സിലായില്ലേ? ചിന്നു LLBക്ക് പഠിക്കാൻ കോളേജ് ചേരിയ. അവളെ കോളേജിൽ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യമായി പറയുന്നേ. ഓ, ഇന്നാണല്ലോ ചിന്നുവിന്റെ അഡ്മിഷൻ. ഞാൻ അതങ്ങ് മറന്നു. ചിന്നുവിനെ ഞാൻ കോളേജിൽ ഡ്രോപ്പ് ചെയ്തേക്കാം. അപ്പൊ പ്രശ്നം തീർന്നല്ലോ. പറ്റില്ല. ഈ വീട്ടിലേക്കാ ഗസ്റ്റ് വരുന്നത്. അപ്പോ ഈ വീട്ടിലെ കുടുംബനാഥൻ ഇവിടെ ഉണ്ടാവണം. അതിനെന്താ, ഞാൻ ചിന്നുവിനെ കോളേജിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങ് വരാം. അപ്പോ കുടുംബനാഥൻ ഇവിടെ തന്നെ കാണുമല്ലോ. അതെങ്ങനെയാ പെട്ടെന്ന് വരുന്നത് ഈ ട്രാഫിക്കില്? അതും കോളേജ് സ്കൂൾ സമയത്ത് ഒരു കാരണവശാലും നടക്കാൻ പോകുന്നില്ല. ഇവിടെ വരുന്ന അതിഥികളൊക്കെ പോയാലും അളിയനിങ്ങെത്താൻ പോകുന്നില്ല. അതിഥികളെ സ്വീകരിക്കുന്നതാണ് വലിയ കാര്യം, അല്ലാതെ അടുക്കളക്കാരെ ഡ്രോപ്പ് ചെയ്യുന്നതല്ല. ഇവിടുന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. കേറി പോടാകത്ത്. സർ, ഞാൻ പൊക്കോളാം സർ. സങ്കടപ്പെടാനുള്ള അധികാരം പോലും ഇല്ല ചന്ദ്രാമ എനിക്ക്. എന്റെ ഇഷ്ടങ്ങൾ എന്താ ആരും ചോദിക്കാത്തത്? എന്തിനാ ചന്ദ്രാമ എനിക്കിപ്പോ ഒരു കല്യാണം? മോനെ, അത് അമ്മ. ഞാൻ ആരോടാ ചന്ദ്രാമ എന്റെ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളൊക്കെ പറയണ്ടേ? കരയില്ലേ മോനെ. വിധിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പലതും ഉള്ളിലൊതുക്കി കഴിയേണ്ട അവസ്ഥ ഒന്ന് വേറെ തന്നെയാ. ആരോടും ഒന്നും പറയാനും കഴിയില്ല, പറയാതിരിക്കാനും കഴിയാത്തൊരവസ്ഥ. അതനുഭവിക്കുന്നവർക്ക് അതിന്റെ വേദന അറിയും. വിധിയ മോനെ, എല്ലാം വിധിയ.
ചന്ദ്രാമ എന്നെ മനസ്സിലാക്കുന്ന പോലെ എന്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പൊ തോന്നുന്നു എനിക്ക് എന്റെ അമ്മയുടെ സ്ഥാനത്ത് അമ്മയായിട്ട് ചന്ദ്രാമ്മ മതിയായിരുന്നെന്ന്. മോനെ കരയില്ലേ? ഇപ്പൊ ഒന്നും എതിർത്ത് പറയാൻ നിൽക്കണ്ട. രമാമേടത്തിന്റെ തീരുമാനം പോലെ തൽക്കാലം അവര് വന്നിട്ട് പോട്ടെ. ബാക്കിയൊക്കെ വഴിയെ ആലോചിക്കാം. മോൻ വാ.